നമസ്കാരം. ഒരു വാർത്താ ദിനം അവസാനിക്കുമ്പോൾ ഇന്ന് എന്തൊക്കെ സംഭവിച്ചുവെന്ന് വിശദമായി പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. 7 ജില്ലകൾ വിധിയെഴുതി. പഞ്ചായത്തിലോട്ട് കോ-സ്പോൺസേഡ് ബൈ വോക്കർ ഉദ്ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ മികച്ച പോളിംഗ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലായിരുന്നു വോട്ടെടുപ്പ്. ഇതുവരെ 70% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ആലപ്പുഴ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിൽ മറ്റന്നാൾ റീപോളിംഗ് നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഒറ്റപ്പെട്ട സംഭവങ്ങളൊഴികെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ്. രാവിലെ തന്നെ മിക്കയിടത്തും പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ തിരക്കായിരുന്നു. ആദ്യ മണിക്കൂറുകളിൽ പലയിടത്തും വോട്ടിംഗ് മെഷീൻ തകരാറിലായെങ്കിലും പിന്നീട് പരിഹരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള, നടിയെ ആക്രമിച്ച കേസിലെ വിധി, വികസനം തുടങ്ങിയ വിഷയങ്ങൾ വോട്ടെടുപ്പ് ദിനത്തിൽ പ്രധാന ചർച്ചയായി. ഒന്ന്, സർക്കാരിനെതിരായ അതിശക്തമായ ഒരു ജനവികാരമുണ്ട്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആളുകളെ അമ്പരപ്പിച്ച് നിർത്തിയാണ്. വിശ്വാസികൾ അവരുടെ പ്രതികാര നടപടി ഈ ഇലക്ഷനിലും അവർ നടപ്പിലാക്കിയിരിക്കുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിൽ മികച്ച ആത്മവിശ്വാസമെന്ന് LDF നേതാക്കൾ. ആ ഭരണ തുടർച്ചയുടെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും കൂടി വിലയിരുത്തിക്കൊണ്ടാണ് ത്രിതല പഞ്ചായത്തുകളുടെ പ്രവർത്തനത്തെ ജനങ്ങൾ വിലയിരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലും അതുപോലെ കേരളത്തിലുടനീളവും LDFന് വളരെ മികച്ച വിജയമുണ്ടാവും എന്ന ശുഭപ്രതീക്ഷയാണ്. കഴിഞ്ഞ 9.5 കൊല്ലക്കാലത്തെ ഇവിടുത്തെ ജീവിതമുണ്ട്. ഓരോ രംഗത്തുണ്ടായ മുന്നേറ്റമുണ്ട്. അതെല്ലാം ഉണ്ടാക്കിയ ഗവൺമെന്റിന് അവർക്കറിയാം. അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള തികഞ്ഞ വിശ്വാസമുണ്ട് അവർക്ക്. ആലപ്പുഴ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിൽ മറ്റന്നാൾ റീപോളിംഗ് നടക്കും. DSP സ്ഥാനാർത്ഥിക്കുള്ള വോട്ട് EVM-ൽ രേഖപ്പെടുത്തിയില്ലെന്ന പരാതിക്ക് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നടപടി. മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ തെക്ക് ഭാഗം എന്നുള്ള പോളിംഗ് സ്റ്റേഷനിലെ പോളിംഗ് തടസ്സപ്പെട്ടതിനെ തുടർന്ന് അവിടെ റീപോളിംഗിന് ഉത്തരവായിട്ടുണ്ട്. 2-ാം ഘട്ടത്തിൽ മറ്റ് 7 ജില്ലകളിലെ പോളിംഗ് നടക്കുന്നതോടൊപ്പം ഈ പോളിംഗ് സ്റ്റേഷനിലെ റീപോളിംഗ് നടക്കുന്നതാണ്. തിരുവനന്തപുരം അരുവിക്കര അഴീക്കോട് ബൂത്തിൽ കള്ളവോട്ട് ചെയ്യാൻ എത്തിയതാണെന്ന് ആരോപിച്ച് UDF പ്രവർത്തകർ 2 പേരെ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറി. ഇവർ കള്ളവോട്ട് ചെയ്തില്ലെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ അറിയിച്ചു. പത്തനംതിട്ട കടമ്പനാട് പഞ്ചായത്ത് 2-ാം വാർഡിൽ വോട്ടെടുപ്പിനിടെ തർക്കമുണ്ടായി. കോട്ടയം പൂഞ്ഞാർ തെക്കേക്കരയിൽ കള്ളവോട്ട് നടന്നെന്ന് LDF ആരോപിച്ചു. എറണാകുളം മരടിൽ NDA സ്ഥാനാർത്ഥിയുടെ മാതാവിന്റെ പേരിൽ കള്ളവോട്ട് ചെയ്തെന്ന് BJP ആരോപിച്ചു. തന്റെ വോട്ട് മറ്റാരോ ചെയ്തെന്ന് കൊല്ലം കരുനാഗപ്പള്ളിയിൽ യുവാവ് പരാതി നൽകി. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് തിരുവനന്തപുരം വിഴിഞ്ഞത്തും എറണാകുളം പാമ്പാക്കുട പഞ്ചായത്തിലെ 10-ാം വാർഡിലും വോട്ടെടുപ്പ് മാറ്റി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2-ാം ഘട്ട പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കലാശം. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾ വ്യാഴാഴ്ച വിധിയെഴുതും. കൊട്ടിക്കലാശത്തിനിടെ പലയിടങ്ങളിലും നേരിയ സംഘർഷമുണ്ടായി. വടക്കൻ കേരളത്തിൽ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ശക്തിപ്രകടനത്തിലായിരുന്നു മുന്നണികൾ. നേതാക്കളും സ്ഥാനാർത്ഥികളും പങ്കെടുത്ത റോഡ് ഷോയും കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി. 1 മാസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശോജ്വല സമാപനം. തദ്ദേശ സ്ഥാപന പരിധിയിലെ പ്രധാന ടൗണുകൾ കേന്ദ്രീകരിച്ചായിരുന്നു കൊട്ടിക്കലാശം. കൊട്ടിക്കലാശത്തിലൂടെ പാലക്കാട്, മണ്ണാർക്കാട്, തെങ്കര, ആനമുളിയിൽ UDF LDF സംഘർഷമുണ്ടായി. മലപ്പുറം പൂക്കോട്ടൂരിൽ LDF UDF പ്രവർത്തകർ ഏറ്റുമുട്ടി. കോഴിക്കോട് ഒഞ്ചിയത്ത് കലാശക്കൊട്ടിനിടെ RMP CPM പ്രകടനങ്ങൾ മുഖാമുഖം വന്നത് സംഘർഷാവസ്ഥയുണ്ടാക്കി. കാരശ്ശേരിയിൽ LDF പ്രവർത്തകരും പോലീസുമായി വാക്കുതർക്കമുണ്ടായി. കാസർഗോഡ് തൃക്കരിപ്പൂർ ടൗണിൽ BJP LDF പ്രകടനങ്ങൾ UDF പ്രവർത്തകർ തടഞ്ഞതായി പരാതി ഉയർന്നു. 470 ഗ്രാമപഞ്ചായത്തുകളും 47 നഗരസഭകളും 77 ബ്ലോക്ക് പഞ്ചായത്തുകളും 3 കോർപ്പറേഷനുകൾ ഉൾപ്പെടെ 604 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്. 39,014 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 1 കോടിയിലേറെ വോട്ടേഴ്സ് 2-ാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.
നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ പിന്തുണച്ചും അപ്പീൽ പോകാനുള്ള സർക്കാർ തീരുമാനത്തെ പരിഹസിച്ചും UDF കൺവീനർ അടൂർ പ്രകാശ്. വോട്ടെടുപ്പ് ദിനത്തിലെ പരാമർശം കോൺഗ്രസിനെ വെട്ടിലാക്കിയതോടെ അടൂർ പ്രകാശ് നിലപാടിൽ മലക്കം മറിഞ്ഞു. എന്നാൽ UDF കൺവീനറുടെ പ്രതികരണം LDF ആയുധമാക്കി. അടൂർ പ്രകാശ് പറഞ്ഞത് UDFന്റെ രാഷ്ട്രീയമാണ് എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. വോട്ട് ചെയ്ത ശേഷം രാവിലെ പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് UDF കൺവീനർ അടൂർ പ്രകാശ് MP നടൻ ദിലീപിനെ പിന്തുണച്ച് സംസാരിച്ചത്. ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതിജീവിതയ്ക്കൊപ്പമാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയ ശേഷവും മുന്നണി കൺവീനറിൽ നിന്നുണ്ടായ ദിലീപ് അനുകൂല പ്രതികരണം തിരഞ്ഞെടുപ്പ് ദിവസം രാഷ്ട്രീയ വിവാദമായി മാറി. പ്രതികരണം തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കി കോൺഗ്രസ് നേതൃത്വം പൊടുന്നതിനെ തന്നെ അടൂർ പ്രകാശിനെ തള്ളി. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, സർക്കാർ പ്രോസിക്യൂഷൻ ഫയൽ ചെയ്ത ചാർജ് ഷീറ്റുണ്ട്. ആ ചാർജ് ഷീറ്റിലെ ഗൂഢാലോചനാ ഭാഗം തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു. അത് അതിജീവിതയ്ക്കും പരാതിക്കാർക്കും ഉണ്ടായ ഒരു പരാജയമാണ്. അതിനെതിരെ സർക്കാർ അപ്പീൽ പോകണമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവും ഞാനും എല്ലാം പറഞ്ഞിട്ടുള്ളത്. സർക്കാരിൻ്റെ ഭാഗത്ത് പരാജയം ഉണ്ടായി എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം വീണ്ടും കിട്ടിയ രാഷ്ട്രീയ അവസരം ഉപയോഗപ്പെടുത്തുക ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി മുതലുള്ള ഇടതു നേതാക്കൾ അടൂർ പ്രകാശിനെതിരെ രംഗത്ത് വന്നു. നമ്മുടെ സംസ്ഥാനത്ത് വളരെ വിചിത്രമായ വാദഗതി UDF കൺവീനർ രേഖപ്പെടുത്തിയായി കാണുന്നുണ്ട്. അത് UDF കൺവീനറുടെ UDF രാഷ്ട്രീയം വെച്ചുള്ള നിലപാടാണത്. നമ്മളെ പൊതുസമൂഹമൊന്നും അത്തരമൊരു പൊതുവിലയിരുത്തലാണ് എന്ന് തോന്നുന്നില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നായപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞത് വിഴുങ്ങി മലക്കം മറിഞ്ഞു. ദിലീപ് പല ആളുകളും വ്യക്തിപരമായി ഒക്കെ ബന്ധങ്ങൾ കാണും, നിങ്ങളുമായി വ്യക്തിപരമായി ബന്ധം കാണും. ആ വ്യക്തിപരമായ ബന്ധങ്ങൾ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. അതല്ലാതെ കണ്ട് നിങ്ങൾ വേറൊരു തരത്തിൽ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ല, അത് തന്നെ പറഞ്ഞു. അതിന് ശേഷം ബാക്കി പറഞ്ഞ കാര്യം നിങ്ങൾ സംപ്രേഷണം ചെയ്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിൽ നിന്ന് VD സതീശൻ, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ തുടങ്ങിയ നേതാക്കളും അടൂർ പ്രകാശിനെ പരസ്യമായി തിരുത്തിയിരുന്നു. 24 തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിൽ തനിക്കെതിരായ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് നിയമ നടപടിക്ക് വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനം. പോലീസ് ഗൂഢാലോചന നടത്തിയെന്ന വാദം ദിലീപിന്റെ തോന്നലാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. ഇന്നലെ കോടതി കുറ്റവിമുക്തനാക്കിയ ശേഷം ദിലീപിന്റെ ആദ്യ പ്രതികരണമായിരുന്നു ഇത്. തനിക്കെതിരെയുള്ള ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ദിലീപിന്റെ തീരുമാനം. അന്വേഷണ സംഘം മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് ദിലീപ് പറയുന്നത്. അതേസമയം ഗൂഢാലോചന എന്ന ദിലീപിന്റെ ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളി. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് മനസ്സിലാകാത്ത കാര്യമാണ്. അത് പോലീസിന്റെ മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത്. വിധി പരിശോധിച്ച് അപ്പീൽ പോകുന്നതിൽ തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മേൽക്കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ പുതിയ കാര്യങ്ങൾ കൂടിയുണ്ടെങ്കിൽ പറയാൻ തയ്യാറാണെന്ന് നടനും സംവിധായകനുമായ ലാൽ. ആ കേസ് മുൻപോട്ട് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോഴും ഈ രേഖ കൂടി എന്തൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമോ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തീർച്ചയായിട്ടും അറിയിച്ചിരിക്കും. എന്നാൽ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ ദിലീപ് ഇന്ന് തയ്യാറായില്ല. 24 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനാക്കിയ വിധിക്ക് പിന്നാലെ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ ഫെഫ്കയിൽ പൊട്ടിത്തെറി. വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന സംഘടനയുടെ ഭാഗമാകാനില്ല എന്ന് തുറന്നടിച്ച് ഫെഫ്കയിൽ നിന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി രാജിവെച്ചു. കുറ്റം ചെയ്യാത്തവരെ സിനിമാ സംഘടനയിലേക്ക് തിരിച്ചെടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് നടനും തിരക്കഥാകൃത്തുമായ രൺജി പണിക്കരുടെ പ്രതികരണം. ദിലീപിനെ തിരിച്ചെടുക്കുമെന്ന സൂചനയായിരുന്നു വിധിക്ക് പിന്നാലെ ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണന്റെ പ്രതികരണം. ഈ നിലപാടിനെതിരെയാണ് ഭാഗ്യലക്ഷ്മി ആഞ്ഞടിച്ച് രംഗത്തെത്തിയത്. ഫെഫ്ക ഉൾപ്പെടെ ഒരു സിനിമാ സംഘടനയിലും ഇനി പ്രവർത്തിക്കാനില്ലെന്ന് ഭാഗ്യലക്ഷ്മി. എനിക്ക് രാവിലെ തോന്നി എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടണം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രതിഷേധം അറിയിച്ചത്.
ഏത് സമയത്തും അതിജീവിതയ്ക്കൊപ്പമെന്ന നടൻ ആസിഫ് അലി. അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ്, ആര് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിലല്ല. എൻ്റെ സഹപ്രവർത്തകയാണ്, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ എന്ത് പകരം കൊടുത്താലും മതിയാവില്ല, എങ്കിലും അതിന് കൃത്യമായ ഒരു നീതി ലഭിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കൂ. കുറ്റം ചെയ്യാത്തവരെ സിനിമാ സംഘടനയിലേക്ക് തിരിച്ചെടുക്കുന്നതിൽ തെറ്റില്ലെന്നാണ് രഞ്ജി പണിക്കരുടെ പ്രതികരണം. നീതിന്യായ സംവിധാനത്തിൽ, ജുഡീഷ്യറിയുടെ സംവിധാനത്തിൽ കോടതി കണ്ടെത്തുന്ന സത്യമാണ് സത്യം. അതല്ലേ നിലനിൽക്കുന്നത്. അതിനപ്പുറത്ത് വേറൊരു സത്യം ഉണ്ടെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ലേ അതിനർത്ഥമുള്ളൂ. അഭിനേതാക്കളുടെ സംഘടന അമ്മയിലേക്ക് ദിലീപിനെ തിരിച്ചെടുക്കുന്നതിൽ സംഘടന തീരുമാനമെടുക്കട്ടെ എന്ന് MLA-യും നടനുമായ M. മുകേഷ് പറഞ്ഞു. ഞാൻ സിനിമാ സംഘടനയിൽ ഇപ്പം ഒരു മെമ്പർ മാത്രമാണ്. ഞാൻ അതിനകത്ത് ഒരു ഭാരവാഹിയല്ല, പ്രധാന ഭാരവാഹികളൊന്നുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ തീരുമാനം എന്താണോ അതിനാണല്ലോ അവരെ എലക്ട് ചെയ്തത്. ദിലീപിനെ തിരിച്ചെടുക്കുന്നതിൽ അമ്മ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ദിലീപിനെ തിരിച്ചെടുക്കുന്നതിൽ തെറ്റില്ലെന്നും എന്നാൽ അമിതാവേശം കാണിക്കേണ്ടതില്ലെന്നും സംവിധായകൻ വിനയൻ പറഞ്ഞു. 24 കൊച്ചി. വാർത്തകൾ തുടരുന്നു. ഫസ്റ്റ് ഓൺ 24. എറണാകുളം മലയാറ്റൂരിൽ വീടിന് സമീപത്തെ പറമ്പിൽ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകം. ഈ മാസം 6-ാം തീയതി മുതലാണ് മലയാറ്റൂർ സ്വദേശി ചിത്രപ്രിയയെ കാണാതായത്. സംഭവത്തിൽ കുട്ടിയുടെ ആൺസുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി റാഫി കരീമാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. റാഫി, ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ എങ്ങനെ പുരോഗമിക്കുന്നു, എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്? മലയാറ്റൂരിൽ നിന്ന് കാണാതായ ചിത്രപ്രിയയുടെ മൃതദേഹം വൈകിട്ട് 4 മണിയോടുകൂടിയാണ് മലയാറ്റൂരിലെ ഒരു ഒഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തുന്നത്. ഈ മൃതദേഹം കണ്ടെത്തിയത് ഈ സംഭവം ഇതൊരു കൊലപാതകമാണ് എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ചിത്രപ്രിയയുടെ ശരീരത്തിൽ സാരമായി പരിക്കേറ്റ പാടുകളുണ്ട് എന്നുള്ളതാണ്. പോലീസ് നടത്തിയ ഇൻക്വസ്റ്റിൽ തലയ്ക്കും ഒപ്പം തന്നെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലും പരിക്കേറ്റ പാടുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ തലക്കേറ്റ പരിക്കാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. കല്ലുപയോഗിച്ച് തലക്കടിക്കുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പരിക്കാണ് എന്നുള്ളതാണ് നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ സമീപത്തായി ഇത്തരത്തിൽ വലിയ കല്ലുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചിത്രപ്രിയയുടെ മൊബൈൽ ഫോണും ഈ പ്രദേശത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മാസം 6-ാം തീയതിയാണ് ചിത്രപ്രിയയെ കാണാതാവുന്നത്. രാത്രിയിലാണ് ചിത്രപ്രിയയെ കാണാതാവുന്നത്. തുടർന്ന് ഈ ചിത്രപ്രിയയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് ഈ മൊബൈലിന്റെ ടവർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ആ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മലയാറ്റൂർ ഭാഗത്ത് ഈ ഫോൺ ഓഫായതായാണ് പോലീസിന് മനസ്സിലായത്. പിന്നീട് ഈ ഭാഗം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പരിശോധന നടത്തിയിരുന്നു. അപ്പോഴൊന്നും മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് ഈ പ്രദേശത്ത് നിന്ന് വളരെ രൂക്ഷമായ ഗന്ധം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശവാസികളും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റാളുകളും ചേർന്ന് ഒരു പരിശോധന നടത്തുകയായിരുന്നു. ഈ പരിശോധനയിലാണ് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചാണ് അന്വേഷണം. ശരി, റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ ഒരാൾ കൂടി പിടിയിൽ. ജമ്മുകാശ്മീർ ബാരാമുള്ള സ്വദേശിയായ ഡോക്ടർ ബിലാൽ നസീർ മല്ലിയാണ് അറസ്റ്റിലായത്. ജമ്മുകാശ്മീർ അനന്ത്നാഗിലെ വനമേഖലകളിൽ NIA സംഘം പരിശോധന നടത്തി. ഡൽഹി സ്ഫോടന കേസിൽ അറസ്റ്റിലാകുന്ന 8ാമത്തെ പ്രതിയാണ് ഡോക്ടർ ബിലാൽ നസീർ മല്ല. NIA പ്രത്യേകാന്വേഷണ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിച്ച കാർ ഓട്ടിച്ച ഡോക്ടർ ഉമർ മുഹമ്മദിന് അറസ്റ്റിലായ ഡോക്ടർ ബിലാൽ നസീർ മല്ല സഹായങ്ങൾ ചെയ്തു നൽകിയിരുന്നുവെന്നും ആക്രമണവുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിച്ചുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. വൈറ്റ് കോളർ ഭീകര സംഘം സ്ഫോടന പരീക്ഷണം നടത്തിയതായി അറസ്റ്റിലായ പ്രതികൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. അനന്ത്നാഗിലെ വനമേഖലകളിൽ വൈറ്റ് കോളർ ഭീകര സംഘത്തിലെ അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. തുടർന്ന് അനന്ത്നാഗിലെ 3 ഇടങ്ങളിൽ NIA സംഘം പരിശോധന നടത്തി. അറസ്റ്റിലായ ഡോക്ടർ ആദിൽ റാത്തറിനെയും ജസീർ ബിലാൽ വാനിയെയും വനമേഖലയിലെത്തിച്ചായിരുന്നു പരിശോധന. 24 ഡൽഹി. വിമാന സർവീസുകളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പരിഹരിച്ചുവെന്ന് ഇൻഡിഗോ. പ്രവർത്തനം സാധാരണ നിലയിലെത്തി എന്നാണ് വിശദീകരണം. വ്യോമയാന മന്ത്രിയുമായി ഇൻഡിഗോ CEO പീറ്റർ എൽബേഴ്സ് കൂടിക്കാഴ്ച നടത്തി. ഇൻഡിഗോയുടെ ശൈത്യകാല സർവീസുകൾ DGCA വെട്ടിക്കുറച്ചു. പ്രധാന നഗരങ്ങളിൽ നിന്നുള്ള നിരവധി സർവീസുകൾ ഇന്നും റദ്ദാക്കി. സമൻസ് നൽകിയതിന് പിന്നാലെയാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവുമായി ഇൻഡിഗോ CEO പീറ്റർ എൽബേഴ്സ് കൂടിക്കാഴ്ച നടത്തിയത്. റീഫണ്ട് നടപടികൾ വേഗത്തിലാക്കാനും ശേഷിക്കുന്ന ബാഗേജുകൾ യാത്രക്കാർക്ക് വേഗം എത്തിച്ചു നൽകാനും മന്ത്രി രാംമോഹൻ നായിഡു നിർദ്ദേശം നൽകി. ഇൻഡിഗോയുടെ 10% സർവീസുകൾ വെട്ടിക്കുറയ്ക്കും. നിലവിലെ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്തം ഇൻഡിഗോയ്ക്കാണെന്നും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി രാംമോഹൻ നായിഡു പാർലമെന്റിലും വ്യക്തമാക്കി. Depending on the outcome, strict and appropriate action as empowered under the aircraft rules and act will be taken.
ഇൻഡിഗോയുടെ പ്രവർത്തനം സാധാരണ നിലയിലെത്തിയെന്നും യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബേഴ്സ്. ഇൻഡിഗോയുടെ 400ഓളം വിമാന സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. വിമാനത്താവളങ്ങൾ സന്ദർശിച്ച് സാഹചര്യം വിലയിരുത്താൻ ഉദ്യോഗസ്ഥർക്ക് വ്യോമയാന മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. 24 ഡൽഹി. യുഎഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ വമ്പന്മാർ എന്ന കളത്തിൽ ബാഴ്സലോണ, ചെൽസി, ലിവർപൂൾ ടീമുകൾക്കെല്ലാം മത്സരമുണ്ട്. ചാമ്പ്യൻസ് ലീഗിലെ കഴിഞ്ഞ തവണത്തെ സെമി ഫൈനലിസ്റ്റുകളായ FC ബാഴ്സലോണ ഇത്തവണ തപ്പിത്തടയുകയാണ്. 5 മത്സരങ്ങളിൽ 2 വീതം ജയവും തോൽവിയും 1 സമനിലയുമുള്ള ബാസ പോയിന്റ് പട്ടികയിൽ 18ാം സ്ഥാനത്ത്. ആദ്യ 8 സ്ഥാനങ്ങളിൽ എത്തുന്നവർക്കാണ് പ്രീ ക്വാർട്ടറിലേക്ക് നേരിട്ട് യോഗ്യത. ശേഷിച്ച 3 മത്സരങ്ങളിലും ജയമുണ്ടെങ്കിലേ കറ്റാലൻസിന് ടോപ്പ് 8 സാധ്യതകളുള്ളൂ. 6ാം റൗണ്ട് പോരിൽ ജർമ്മൻ ക്ലബ്ബ് ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടാണ് എതിരാളികൾ. വമ്പൻ തിരിച്ചടികളിലൂടെ കടന്നുപോകുന്ന ലിവർപൂളിന് നേരിടാനുള്ളത് ഇറ്റാലിയൻ വമ്പന്മാരും കഴിഞ്ഞ തവണത്തെ റണ്ണറപ്പുകളുമായ ഇന്റർ മിലാനെ. 5ൽ 4 മത്സരങ്ങളിലും ജയിച്ച മികച്ച ഫോമിലുള്ള ലൗട്ടോറോ മാർട്ടിനസിനെയും സംഘത്തെയും മറികടക്കാൻ ലിവർപൂൾ നന്നേ വിയർക്കേണ്ടി വരും. ടോപ്പ് 8ലെ സ്ഥാനം ഭദ്രമാക്കാൻ ഇറങ്ങുന്ന ചെൽസി അറ്റ്ലാന്റയെ നേരിടും. സ്പാനിഷ് ക്ലബ്ബ് അത്ലറ്റിക്കോ മാഡ്രിഡ് PSV ഐൻഡോവനുമായി ഏറ്റുമുട്ടുമ്പോൾ ടോട്ടനത്തിന്റെ എതിരാളികൾ സ്ലാവിയ പ്രാഗ്. പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ ഇവർക്കെല്ലാവർക്കും ജയം അനിവാര്യം. രാത്രി 1:30ക്കാണ് എല്ലാ മത്സരങ്ങളും. സ്പോർട്സ് ഡെസ്ക് 24. MBBS അഡ്മിഷൻ വാരം സംഘടിപ്പിക്കാൻ ഒരുങ്ങി 24 സ്റ്റഡി എബ്രോഡ്. എറണാകുളം പാലാരിവട്ടത്തുള്ള 24 സ്റ്റഡി എബ്രോഡിന്റെ ഓഫീസിലും കോഴിക്കോട് മിനി ബൈപ്പാസ് റോഡിലുള്ള ഓഫീസിലും ഇന്നു മുതൽ വിദ്യാർത്ഥികൾക്ക് നേരിട്ടെത്തി അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യാം. ജനുവരിയിൽ ഉസ്ബെക്കിസ്ഥാനിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ കുറഞ്ഞ ഫീസിൽ വിദ്യാർത്ഥികൾക്ക് MBBS അഡ്മിഷൻ നേടാം. +2 മിനിമം 60% മാർക്ക് വേണം. MBBS അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അക്കാഡമിക് രേഖകളും പാസ്പോർട്ടിന്റെ പകർപ്പും സഹിതം 24 സ്റ്റഡി എബ്രോഡിന്റെ പാലാരിവട്ടം ഓഫീസിലോ കോഴിക്കോട് ഓഫീസിലോ ഉടൻ ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് 9001 9001 56 8111 991721 എന്ന നമ്പറുകളിൽ വിളിക്കുക. ലോക്സഭയിലെ SIR ചർച്ചയിൽ BJPക്കും RSSനുമെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് ജനാധിപത്യത്തെ തകർക്കുന്നുവെന്നും വോട്ടുകൊള്ള നടത്തുന്നവർ രാജ്യദ്രോഹികളാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ദിരാഗാന്ധി വിജയിച്ചത് വോട്ട് ചോരിയിലൂടെ എന്ന് BJP അംഗം നിഷികാന്ത് ദുബെ ആരോപിച്ചു. വന്ദേമാതരത്തെ അവഗണിക്കാൻ ജവഹർലാൽ നെഹ്റു പരമാവധി ശ്രമിച്ചുവെന്ന് രാജ്യസഭയിലെ ചർച്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, വന്ദേമാതരം എന്നീ വിഷയങ്ങളിൽ നടന്ന ചർച്ചകളിൽ പാർലമെന്റിന്റെ ഇരുസഭകളും രൂക്ഷമായ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിനാണ് സാക്ഷ്യം വഹിച്ചത്. ഗാന്ധി വധത്തിന് ശേഷമുള്ള 2ാമത്തെ പദ്ധതിയാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ പിടിച്ചെടുക്കലെന്ന രാഹുൽ ഗാന്ധി. ഏറ്റവും വലിയ രാജ്യവിരുദ്ധതയാണ് വോട്ട് കൊള്ള, അത് നടത്തുന്നവർ രാജ്യദ്രോഹികളെന്നും രാഹുൽ. Vote chori is an anti-national act and those across the aisle are doing an anti-national act. Everybody says to us, India is the biggest democracy. Actually, I was thinking today, we're not just the biggest democracy, we're the greatest democracy. റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധി വിജയിച്ചത് വോട്ടുകൊള്ളയിലൂടെയാണെന്നും രാജ്യത്ത് വോട്ടിംഗ് യന്ത്രങ്ങൾ ആദ്യമായി അവതരിപ്പിച്ചത് രാജീവ് ഗാന്ധിയാണെന്നും BJP അംഗം നിഷികാന്ത് ദുബെ മറുപടി നൽകി. ഒരാൾക്ക് ഒരു വോട്ട് ഉറപ്പാക്കാനാണ് SIR നടപ്പാക്കുന്നതെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. ലോക്സഭയിലെ പ്രിയങ്ക ഗാന്ധിയുടെ ആരോപണത്തിന് രാജ്യസഭയിൽ മറുപടി നൽകിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബംഗാൾ തിരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ച് വന്ദേമാതരത്തിന്റെ മഹത്വം കുറയ്ക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞു. പ്രീണന രാഷ്ട്രീയത്തിന്റെ പേരിൽ ജവഹർലാൽ നെഹ്റു വന്ദേമാതരത്തെ വെട്ടിച്ചുരുക്കിയെന്നും അമിത്ഷാ. यह सदन जब से बना तब से कई सारे ऐतिहासिक पल इस सदन ने जिए भी हैं और सदन की कार्यवाही के माध्यम से राष्ट्र जीवन की स्मृति में वो समाहित भी हुए हैं. വന്ദേമാതരത്തെ സ്വാതന്ത്ര്യ ഗീതമാക്കിയത് കോൺഗ്രസ് ആണെന്നും BJPയുടെ പൂർവികർ ആ സമയം ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ മറുപടി നൽകി. SIR വിഷയം ഇരുസഭകളിലും നാളെ ചർച്ച ചെയ്യും. 24 ഡൽഹി. കേരളത്തിലെ SIR സമയപരിധി 2 ദിവസത്തേക്ക് കൂടി നീട്ടി നൽകി സുപ്രീം കോടതി. ഇതോടെ എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20 ആകും. SIR നടപടികളുടെ സമയം കൂടുതൽ നീട്ടി നൽകണമെന്ന സംസ്ഥാന സർക്കാർ ആവശ്യം ഈ മാസം 18-ന് പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി.
കേരളത്തിലെ SIR-നെതിരായ ഹർജികൾ പരിഗണിച്ചപ്പോൾ 20 ലക്ഷം ഫോമുകൾ ഇനിയും തിരിച്ചു കൊടുക്കാനുണ്ടെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. ഇതിനായി 2 ആഴ്ച കൂടി സമയം നീട്ടി നൽകണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിർത്തു. ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള അവസാന ദിവസം 2 ദിവസം കൂടി നീട്ടി നൽകിയത്. ഈ മാസം 18-ന് കേസ് വീണ്ടും പരിഗണിക്കാമെന്നും അന്ന് സമയം നീട്ടി നൽകണോ എന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കാമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അറിയിച്ചു. അതെ കമ്മീഷൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയി, ഒരുവിധം എല്ലാം കംപ്ലീറ്റ് ആയി. 97% കംപ്ലീറ്റ് ആയി. ബാക്കി ഒരു 3% മാത്രമാണ് ഇനിയുള്ളത്. അതിനുവേണ്ടി എക്സ്റ്റെൻഡ് ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് പറഞ്ഞത്. നമ്മളങ്ങനെയല്ല പറഞ്ഞത്. അത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. കൂടുതൽ ആൾക്കാർ ഇനിയും എന്യൂമറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ആ കാര്യങ്ങൾ 18-ാം തീയതി കൺസിഡർ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും നീട്ടും. സാഹചര്യം നോക്കി സമയം നീട്ടി നൽകാമെന്നും മുൻകൂറായി സമയപരിധി നീട്ടാനാകില്ലെന്നുമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എതിർപ്പ്. അതിനിടെ കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയയിൽ കണ്ടെത്താൻ കഴിയാത്ത വോട്ടർമാർ 22 ലക്ഷത്തിലേറെയെന്നും ഈ പട്ടിക സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രത്തൻ ഖേൽക്കർ അറിയിച്ചു. ഇപ്പോൾ എസ്പെഷ്യലി നമുക്ക് 2% ഫോം തിരികെ ലഭിക്കാത്തതാണ് നമുക്ക് ബാക്കിയുള്ളത്. അത് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അർബൻ ഏരിയാസിലുള്ള ഒരു പ്രോബ്ലമാണ്. അത് വരുന്ന മുറയ്ക്ക് നമ്മൾ അത് ഡിജിറ്റൈസ് ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ട് പോകാം. കൃത്യമായിട്ട് എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് നമ്മുടെ ലിസ്റ്റിലുണ്ടാവും. എല്ലാ ഇൻഎലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ ലിസ്റ്റിന് പുറത്ത് ഉണ്ടാവുമെന്നുള്ളതാണ് നമ്മുടെ ഒരു നേരത്തെ മുതൽ തന്നെ SIR-യുടെ ഒരു മാൻഡേറ്റ്. അത് തന്നെ ആയിരിക്കും. ലിസ്റ്റിൽ പെടാത്തവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷന് തൊട്ടു മുമ്പ് വരെ പേര് ചേർക്കാമെന്നും രത്തൻ ഖേൽക്കർ പറഞ്ഞു. 24 ഡൽഹി. ലേറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.